എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ഫ്രണ്ട്സിന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം പെർഫ്യൂം, രണ്ടാമത്തെ കാര്യം കിറ്റ്കാറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. അപ്പോൾ അതിലൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒഴിഞ്ഞത്. ഇത് പെർഫ്യൂം ബോട്ടിൽ ഞാനൊരു താജ്മഹൽ പണിയും. അതിനുവേണ്ടി ഇവിടെ കുറച്ച് വൈറ്റ് സിമെന്റ് എടുത്ത് അത് നല്ലതായിട്ടൊന്ന് കുഴച്ചിട്ടു. ഇതിനിടയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിലിട്ട് ഒരു ഷോട്ട് 1 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് തൊലി വെച്ച് ചെയ്ത ക്രാഫ്റ്റ്. അപ്പോൾ അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് എൻ്റെ എല്ലാവിധമായ നന്ദികളും അറിയിക്കുന്നു. ഒത്തിരി സന്തോഷമുള്ള മൊമെന്റ് തന്നതിന് ഒത്തിരി നന്ദി. അപ്പം നമ്മുടെ ക്ലേ നമ്മൾ പരത്തി എടുത്ത് കുപ്പി ഇതുപോലെ കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന പോർഷൻസ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നനച്ചിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പം അതങ്ങ് ചേർന്നോളും. എൻ്റെ ഓറഞ്ച് തൊലിയുടെ വീഡിയോ വിജയിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ സംരംഭത്തെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇനി നമ്മൾ അതിൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണ്. ഞാനൊരു കോമ്പസ് ആണെടുത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ക്ലേ ഇരിക്കുന്നത് വെച്ചിട്ട് ഞാനൊരു തൊപ്പി പോലെ ഉണ്ടാക്കാം. തൊപ്പി എന്നൊക്കെ പറയാം, പക്ഷേ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. എന്താണ് എന്നിട്ട് നിങ്ങൾ തന്നെ വിളിക്കൂ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതങ്ങോട്ട് വെച്ച് കൈകാര്യം ചെയ്യാൻ. അങ്ങനെ നമ്മളത് പരത്തി എടുത്തിട്ട് ആ സ്പ്രേ ബോട്ടിലിന്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതിനകത്ത് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചുളുക്കിയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. ഈ ടോപ്പ് കണ്ടപ്പോൾ മറ്റേ ഹാരി പോട്ടറിനകത്ത് ഒരു ഹാറ്റ് ഉണ്ടല്ലോ, അതാ തോന്നിയത്. നമ്മുടെ ക്ലേ കുറച്ച് നീളത്തിൽ ഉരുട്ടിയിട്ട് ഇതുപോലെ വെക്കുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ഈസായിട്ട് വെച്ച ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ ആണ് കേട്ടോ ഞാനിത് മുകളിൽ ഒട്ടിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളും. എന്നിട്ട് ഇതിൽ ഞാൻ കോമ്പസ് വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഞാൻ നീളത്തിൽ ഉരുട്ടിയ ക്ലേ എടുത്തിട്ട് ഒരു ജനൽ പോലെയൊക്കെ ആക്കി കൊടുക്കുന്നു, കണ്ടോ. എന്നിട്ട് അവിടെ ഞാൻ കോമ്പസ് ഇട്ട് കുത്തി കൊടുക്കും. ഇതിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉണക്കാൻ വെക്കുകയാണ്. വെയിലുള്ള സ്ഥലം നോക്കി വെച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടി. നമുക്ക് പെയിന്റ് ചെയ്യുന്ന ആ മഹാകർമ്മത്തിലേക്ക് കടക്കുകയാണ്. മുകളിൽ ഞാൻ ഈ സാപ്പ് ഗ്രീൻ ആണ് പെയിന്റ് ചെയ്യുന്നത്. എന്നിട്ട് ബേസിൽ യെല്ലോ കളറ്, അത് യെല്ലോ കുറച്ച് വൈറ്റിൽ മിക്സ് ചെയ്താണ് ആദ്യം അപ്ലൈ ചെയ്ത്. പിന്നെ തോന്നി യെല്ലോ പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ആ ഡോറിന്റെ പോർഷൻ ഞാൻ കുറച്ച് ഓറഞ്ചും റെഡും വൈറ്റും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് പെയിന്റ് ചെയ്യാണ്. അപ്പോൾ എന്തോ ഒരു കളർ കിട്ടും, ആ കളറാണത്. മിക്സ് ചെയ്തിട്ടല്ല പെയിന്റ് ചെയ്യുന്നത്. പെയിന്റ് ചെയ്തിട്ട് അതിന്റെ മണ്ടയിൽ ചെറുതായിട്ട് ഓരോ കളർ പെയിന്റ് ചെയ്തതാണ്. ഓറഞ്ച് പെയിന്റിന്റെ ക്ഷാമം കൊണ്ടാണ് ഞാൻ ഇത്ര ഒരു ഐഡിയയിലേക്ക് നീങ്ങി. പേൾ ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ആ ഡോറിന്റെ ആ ഇതില്ലേ കട്ടള എന്നൊക്കെ നമുക്ക് പറയാം, അതിനകത്ത് പെയിന്റ് ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഫെയറി ഹൗസ് ആണ്. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ട ആരെങ്കിലും പറയോ ഇതൊരു സ്പ്രേ ബോട്ടിലായിരുന്നെന്ന്. അപ്പോൾ ഓക്കെ, ബൈ.